നമ്മളെ പോർച്ചുഗലിലെ ഏറ്റവും വലിയ ഫ്ലക്സ് കെട്ടിക്കൊണ്ട് അതിനെ നോക്കാൻ നമ്മൾ പോയിക്കോട്ടെ. ഇത്ര അഹങ്കാരം പാടില്ല. നീ തീർന്നോ? നടപ്പാതയിലൂടെ കയറിയ സ്കൂട്ടർ വീണ്ടും തടഞ്ഞ പ്രഭാവതി അമ്മ കേട്ടോ. റോഡിലൂടെയാണാ സൈക്കിൾ ഓടിക്കുന്നേ. കോഴിക്കോട് എരഞ്ഞിപ്പാലം സിഗ്നലിൽ വെച്ച് തന്നെയാണ് പ്രഭാവതി അമ്മ വീണ്ടും വാഹനം തടഞ്ഞത്. 3 എണ്ണം, ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. നടപ്പാതയിലൂടെ കയറിയ സ്കൂട്ടർ തിരിച്ച് റോഡിലേക്ക് എടുപ്പിച്ചു. അതിലെ വരാൻ കഴിയില്ല. ഞാൻ പിടിക്കും, ആരായാലും പിടിക്കും. വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് തോറ്റൂലേ? തോറ്റു. പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് തോറ്റെന്നുള്ള സന്തോഷം എനിക്കുണ്ട്. സന്തോഷായി, നല്ല സന്തോഷായി. നോക്കുമ്പോ ഒരുപാട് വോട്ടുകൾ, ഏകദേശം 7000-ഓളം വോട്ടുകൾ കയറി ചക്ക ജനങ്ങളിലെത്തി. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിൽ ആ ചക്ക കായ്ക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്കൊരു 2 രൂപ തന്നാ ഈ പറഞ്ഞ പോലെ ഈ പറയുന്നതൊക്കെ നമുക്ക് കേട്ടോ സഹിച്ചോ കൊണ്ടോ നമുക്ക് നിൽക്കാം. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി. ശരിക്കും നമ്മൾ അവിടെ ഓൻ കാണുന്നത് ശരിക്കും അടിമയിച്ചാണ് നമ്മളെ കാണുന്നത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. അത്രയും നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് 1 രൂപ പോലും തരാതെ നമ്മളെ കംപ്ലീറ്റ്ലി പറഞ്ഞ നമ്മളെ യൂസ് ചെയ്തു. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ പായസം വീണു. ആ ദൃശ്യങ്ങൾ കാണാം. താൻ എന്താ ഈ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലടോ. മിസ്റ്റർ രാജേഷ് ഖന്ന, ഇപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ അപ്പുറത്തൊന്നും ഒഴിക്കാമോ? ചൂടുള്ള പായസമാണ്. മന്ത്രിക്ക് പൊള്ളലോ എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമുണ്ടോ? മന്ത്രിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഒരിക്കലും ലെഫ്റ്റ് സൈഡിലിരിക്കാൻ പാടില്ല, മാറിയിരുന്നേക്കാം. എല്ലാവരും പറയും മെസ്സിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന്. പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് മെസ്സിക്കല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് എന്നോ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഉള്ളതാണ്. അല്ല, കമന്റ് ബോക്സ് പോയി നോക്കിയാൽ മനസ്സിലാവും ആർക്കാ ഏറ്റവും കൂടുതൽ ഫാൻസ്. ഗൈസ് അറിയാം, ഞാൻ വെറുപ്പിക്കാന്നറിയാം. 3-4 പ്രാവശ്യം ഇങ്ങനെ വീഡിയോ എടുത്ത് വെറുപ്പിക്കാൻ നമുക്ക് അറിയാം. പക്ഷെ വേറെ വഴിയില്ല ഗായ്സ്, വേറെ ഒരു വഴിയില്ല ഗായ്സ്. പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. എൻ്റെ ഫസ്റ്റത്തെ 200K അടുപ്പിച്ചുള്ള ചാനൽ ഈ പറഞ്ഞ പോലെ ഒരു നാറി ആരാന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറയണ്ടല്ലോ, അടിച്ചു കളഞ്ഞു. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഈ പറഞ്ഞ പോലെ 2ാമത്തെ ചാനലും ഈ പറഞ്ഞ നാറി അടിച്ചു കളയാൻ വേണ്ടി നോക്കി. ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒക്കെ ഒരു ധാരണ. അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ ഇത് എന്നെ കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയില്ല. ഈ പറഞ്ഞ പോലെ 25K എന്തോ ആക്കി എല്ലാം സെറ്റായി എടുത്തുനിന്ന് അതും പോയി. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. 93K സബുള്ള ഇതായിരിക്കും എന്റെ ഒറിജിനൽ ചാനൽ. അപ്പോ ബൈ ഗൈസ്, ഞാൻ ഒളിവിലേക്ക് പോയെന്ന്. അപ്പം ബൈ. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. വേണമെങ്കിൽ ഇന്നീ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഇന്നീ പാട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത. 200 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പൊ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവർ ഉണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങിപ്പോടാ പുല്ലേ എന്ന് പറയും പോലെ. ആ